ഹലോ, വെൽക്കം ടു സയൻസ് കിച്ചനെറ്റ്. പപ്പടവും ഉരുളക്കിഴങ്ങും കൊണ്ടുള്ള നല്ലൊരു കറിയാണ് ഇന്ന് തയ്യാറാക്കുന്നത്. അതിനായി 2 ഉരുളക്കിഴങ്ങ് പാകത്തിന് ഉപ്പും അല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ചെടുത്തിട്ടുണ്ട്. അതേപോലെ 4 പപ്പടം ചെറുതായി അരിഞ്ഞ് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഈ കറിയിലേക്ക് ആവശ്യമായ മസാല തയ്യാറാക്കുന്നതിനായി ചൂടായ പാനിലേക്ക് ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട, 4 ഗ്രാമ്പു, 1/2 ടീസ്പൂൺ പെരുംജീരകം, 1/2 ടീസ്പൂൺ കുരുമുളക് എന്നിവ ചേർത്ത് ചെറു തീയിൽ വെച്ച് ചൂടാക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് 1/4 കപ്പ് തേങ്ങ, 7 ചെറിയ ഉള്ളി, കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഇത് വറുത്തെടുക്കാം. തേങ്ങ ഒരു ഗോൾഡൻ നിറമായി വരുമ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് ഒന്നുകൂടി മൂപ്പിച്ചെടുക്കുക. ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് ഇതിൻ്റെ ചൂടാറിയതിന് ശേഷം ഇത് നന്നായി അരച്ചെടുക്കുക. ഇനി കറി തയ്യാറാക്കുന്നതിനായി ചൂടായ പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 1/2 ടീസ്പൂൺ കടുകും 2 വറ്റൽമുളകും ചേർത്ത് താളിക്കുക. ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും 4 അല്ലി വെളുത്തുള്ളി അരിഞ്ഞതും ചേർത്ത് ഒന്ന് വഴറ്റുക. ഇനി ഇതിലേക്ക് ഒരു സവാള നീളത്തിൽ അരിഞ്ഞതും 2 പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. ഇത് വഴന്നു വന്നതിന് ശേഷം ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് 1 മിനിറ്റ് ഒന്ന് വഴറ്റുക. ഇനി 1.25 കപ്പ് ചൂടുവെള്ളം ചേർത്ത് ഇത് നന്നായി യോജിപ്പിക്കുക. ഈ സമയത്ത് കറിക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക. കറി തിളച്ചു വരുമ്പോൾ ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും ഒരു തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് യോജിപ്പിച്ച് ചെറുതീയിൽ മൂടി വെച്ച് ഒരു 6-7 മിനിറ്റ് വേവിക്കുക. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന പപ്പടം കൂടി ചേർത്ത് 1 മിനിറ്റ് കൂടി തിളപ്പിച്ചതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യുക. കുറഞ്ഞത് ഒരു 20 മിനിറ്റെങ്കിലും വെച്ചതിന് ശേഷം സെർവ് ചെയ്യുക. നല്ല രുചിയാണ്, തയ്യാറാക്കി നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.